സോ മക്കളെ നെക്സ്റ്റ് നമ്മൾ 16ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. നോക്കിയടാ, എവിടെന്നാ ചോദ്യം ചോദിച്ചത്? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ, അതും pH സ്കെയിലും ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? pH ഓഫ് വാട്ടർ ഈസ് 7 at 25 degrees Celsius. അപ്പൊ നമ്മള് if water is heated to 80 degrees Celsius, its pH will be. മക്കളെ നിങ്ങളൊന്ന് ചിന്തിച്ചേടാ, അറ്റ് 25 ഡിഗ്രി സെൽഷ്യസിൽ, കൃത്യമായിട്ട് നമ്മൾ പറയുന്നതാണ് 25 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് KW ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 10⁻⁻14. അതുകൊണ്ട് തന്നെ നമ്മുടെ PKW വിൽ ബി ഈക്വൽ ടു 14. അതുകൊണ്ടാണ് നമ്മുടെ സ്കെയിൽ ഇവിടെ 14 വരെ ഉള്ളത്. അതായത് 0 to 14 വരെ സ്കെയിൽ. അപ്പൊ നമുക്ക് ഈ 7 എന്ന് പറഞ്ഞ പോയിന്റ് എന്തായിരിക്കും? ന്യൂട്രൽ പോയിന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്? അറ്റ് 80 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ നമ്മളിവിടെ KW എന്ത് ചെയ്യും? കൂടും. KW increases on heating within the temperature, അല്ലെങ്കിൽ with the increase in temperature KW എന്ത് ചെയ്യും? കൂടും. അങ്ങനെയാണെങ്കിൽ ബിക്കോസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടുന്നതുകൊണ്ടാണ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടും, KW കൂടും. KW കൂടിക്കഴിഞ്ഞാൽ PKW എന്ത് ചെയ്യും? സംഭവിക്കും മക്കളെ? PKW വിൽ ഡിക്രീസസ്, കുറയും. സോ നമ്മുടെ സ്കെയില് 14 വരെ ഉണ്ടാവുമോ? pH സ്കെയില് ഇല്ല. pH സ്കെയില് വിൽ ബി less than 14. അപ്പൊ ന്യൂട്രൽ പോയിന്റ് എവിടെ ഇരിക്കും? ന്യൂട്രൽ pH will be less than 7. ഓക്കെ, ഇതിലിപ്പോ നമ്മൾ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ 90 ഡിഗ്രിയിലൊക്കെ നമ്മൾ ടെമ്പറേച്ചർ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ 10⁻⁻12 ആയിരിക്കും. അതായത് ആക്ച്വലി അറ്റ് 90 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ നമ്മൾ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ KW നമുക്കറിയാം, KW 10⁻⁻12 വരും. PKW എന്ത് വരും മക്കളെ? PKW 12 വരും. അപ്പൊ ന്യൂട്രൽ pH സ്കെയില് 0 to 12 ആണ് ഉണ്ടാവുക. 6 ആയിരിക്കും ന്യൂട്രൽ pH എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ pH എന്ത് ചെയ്യുന്നതാണ് നമുക്ക് പറയാൻ പറ്റും? pH വിൽ ഡിക്രീസ്. pH കുറയും. അതിന്റെ അർത്ഥം ആസിഡ് ആവുന്നു എന്നല്ല, വെള്ളം ആസിഡായി മാറുന്നു എന്നല്ല. ന്യൂട്രൽ pHന്റെ പൊസിഷൻ 6ലേക്ക് വരും. ദാറ്റ്സ് ഇറ്റ്സെൽഫ് ന്യൂട്രൽ. അത് ന്യൂട്രൽ തന്നെ ആയിരിക്കും, പക്ഷെ എന്താണ്? pH കുറയും. റിമെയിൻ സെയിം അല്ല. H+ കോൺസെൻട്രേഷൻ ഇൻക്രീസ്, OH- കോൺസെൻട്രേഷൻ ഡിക്രീസ്, അങ്ങനെ പറയാൻ പാടില്ല. pH കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആസിഡ് ആവുന്നതുകൊണ്ട് മാത്രമല്ല കേട്ടോ. നോർമലി നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുക. സോ ദാറ്റ് ഈസ് ഓൾസോ റോങ്. ഇൻക്രീസ് അല്ല. ഓക്കെ, ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ക്ലിയർ ആയോടെ മക്കളെ? pHും കുറയും, POHും കുറയും. ഇവിടെ pHും കുറയും, POHും കുറയും. കാരണം മൊത്തം സ്കെയില് താഴേക്ക് വരും. ഓക്കെ, ക്ലിയർ ആയോ?